ഇദ്ദേഹമാണോ മറ്റേ പൈസ ഇല്ലാതെ ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങൾ രക്ഷിച്ച് 6000 രൂപയുടെ ബില്ല് കൊടുത്തത്? അത് അല്ല, അത് ട്രീറ്റ്മെന്റ് ചെയ്താൽ ബില്ല് കൊടുക്കണമല്ലോ. ഞാൻ ഇങ്ങനെ കഥ കേട്ടോണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ചു ഇദ്ദേഹമായിരിക്കുമല്ലോ അദ്ദേഹം. അത് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ പൈസ അവർ രക്ഷപ്പെടുത്തിയതിന്റെ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, പൈസ കൊടുക്കണം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കുറഞ്ഞത്, കാരണം 6 രൂപ പോലും ഇല്ലാണ്ട് ദാരിദ്ര്യവും പട്ടിണിയും നാളെ ബാങ്കിൽ ലോണും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ആണ് പുള്ളി ആത്മഹത്യ ചെയ്തേക്കണം. ആ ഒരുത്താണ് 6000 രൂപ ബില്ല് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ പിന്നെ വിളിച്ച അമ്മക്കും മുത്തക്കൊക്കെ തെറിയായിരുന്നു പുള്ളി, നല്ല തെറിയായിരുന്നു പുള്ളി. അതോടെ ജീവന്റെ കാര്യം ആരാരും ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗതിയില്ല, അങ്ങനത്തെ ഒരു മനുഷ്യൻ. അതിന്റെ വീട് കണ്ട നമുക്ക് സഹിക്കൂല, അത്രയും ഗതി. കാരണം ഒരു ഗതിയിലുണ്ട്, വിദ്യാഭ്യാസ ലോൺ അടക്കാണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയ ആളാ. അപ്പൊ ആളോടാണ് ജോലിയില്ല, ഒന്നുമില്ല. ആളാണ് വിളിച്ച് ഇങ്ങനെ പറയാം 6000 രൂപ കൊടുത്ത അന്നത്തെ എമൗണ്ട് 6000 രൂപ നിസ്സാര കാര്യമല്ല. അദ്ദേഹത്തെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? പ്രാവശ്യം കണ്ടിരുന്നു. എന്നിട്ട് എന്തോ പറഞ്ഞു? അതൊക്കെ വിട്ട, അത് ഇപ്പൊ ജീവിക്കണ്ട എന്തായാലും. പിന്നെ അത് കഴിഞ്ഞപ്പോ ജീവിക്കണം അറിയില്ല, അതിന് ശേഷം മരണപ്പെട്ടെണ്ണ അതൊന്നും നമുക്ക് കൃത്യമായിട്ടില്ല. ചിലവർ മരണപ്പെട്ടെന്ന് പറഞ്ഞ് വീണ്ടും ആത്മഹത്യ എന്ന് പറഞ്ഞ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, കണ്ടറിവില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനും കഴിയില്ല. ചിലവർ പറഞ്ഞ് ഇപ്പോഴും നന്നായിട്ട് ജീവിക്കണ്ടെന്ന് പറഞ്ഞു, പലരും വാക്കാനുള്ള. അതെ, ആ സമയത്ത് പോയി നമ്മൾ പിന്നെ എപ്പോഴും കാണുമ്പോൾ സാർമാർ, ആ ബാച്ചിലിന്റെ സാർമാരെ കാണുമ്പോൾ നീ പറഞ്ഞാൽ പുള്ളിയുടെ കാര്യമില്ല. അത് അവർക്ക് ഒരു ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു എന്താ പറയാ, ഇത്ര ഒരാളുടെ ജീവനെ രക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരാൾക്ക് തെറിയായിട്ടുണ്ടാവില്ല. അപ്പോൾ സാർമാരെ അനുഭവത്തിലും അത് കേട്ടൊരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് മറക്കൂല. അല്ലേ, ഒരിക്കലും മറക്കൂല. നമ്മൾ ഒരാളുടെ ജീവനെ രക്ഷിച്ചു, അപ്പൊ അതിന് കയറി അമ്മക്കാണ് തെറി പറയണം. 1-2 നല്ല തെറി. അന്നത്തെ ഫോണിലെ റെക്കോർഡൊന്നും ഇല്ലാതായി പോയി, അന്നത്തെ റെക്കോർഡ് ഫോണില്ലാത്താണ്ടായി പോയി. പിന്നെ ആമാരെ തീരാറുണ്ടിരുന്ന ഫോൺ വഴിയാണല്ലേ കിട്ടിയത്. പുള്ളി അല്ല, പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാനൊക്കെ. നല്ല ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കുമല്ലോ ഇത്. ഈ ആത്മഹത്യ കുറിപ്പുകളൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ടാവില്ല? ഞാൻ എടുത്തേണ 10-ൽ 8 ആത്മഹത്യകളിലും കുറിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ആത്മഹത്യ. അവരെ ഭ്രാന്ത, ഞാൻ ആത്മഹത്യ അവരുടെ തരാം. അതാ പറയാം, ഈ ലോകത്തെ ഏറ്റവും വലിയ ആത്മഹത്യ യോഗി ഞാനാണ്. ഞാനേ ജീവിച്ചിരിക്കുമെങ്കിൽ പിന്നെ അവർക്കെന്ത് ജീവിച്ചിരുന്നു? ഈ 2 കൈയും കാലും ഇല്ലാത്തോ ഞാനൊരാളാ. അപ്പോൾ അത് ഇത്രയുള്ള കഷ്ണമായിട്ടാണ് കിട്ടിയത് ട്രെയിനിന്. ഞാൻ ചെല്ലുമ്പോൾ ആലുവയിൽ ഇങ്ങനെ എല്ലാവരും യാത്രക്കാരും ഒരു 100-500 പേരുണ്ടെങ്കിലും യാത്രക്കാർ മൊത്തമുണ്ട്, ട്രെയിനിലും ഉണ്ട്, ജനങ്ങളും ഉണ്ട്. എല്ലാവരും മാറിക്കുക. പുള്ളി ജീവന് വേണ്ടി ഇങ്ങനെ 2 കൈ മാത്രമായിട്ട് നീന്തി. എന്നെ പുള്ളിക്ക് പറയാനും പറ്റില്ല, എന്തൊക്കെ പറയണുണ്ട്. കുടലൊക്കെ ഊർന്നു പോയൊക്കെ ഇത്ര ജീവനുണ്ടോ? ആളിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, ആളിന്ന് രക്ഷയോടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ജീവിക്കാമെങ്കിൽ പിന്നെ 2 കൈ നഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് ഇതിലുള്ള കൂട്ടുകാരൻ, ഞാൻ ഇവിടെ ഒരു ദിവസം എന്നെ ട്രെയിൻ ഇടിച്ചിട്ട് അറിയിപ്പൊന്നൊക്കെ. അപ്പോൾ ഞാൻ ചെന്ന് അന്വേഷിച്ച് കിടക്കുമ്പോൾ രാത്രി ഞങ്ങൾ ട്രെയിൻ അന്വേഷിച്ച് കിടക്കും. ഞാൻ ഇങ്ങനെ ടോർച്ച് ഉണ്ട്, അതൊക്കെ ഇട്ട് റെയിൽ പാളത്തിൽ അന്വേഷിച്ച് കിടക്കല ജോലി. ഈ ഇടിച്ച ആൾക്ക് പോസ്റ്റ് നമ്പറേ പറയുള്ളൂ, 90-25, 90-18 അങ്ങനെ പോസ്റ്റ് നമ്പർ. ഈ പോസ്റ്റ് നമ്പർ എവിടെ നിന്നൊക്കെ ഇപ്പം നമുക്ക് ഏകദേശം അറിയാം, നോക്കി അന്വേഷിച്ചെടുക്കണം. അപ്പോൾ ഒരു ദിവസം ഞാനപ്പോൾ ഒരു പുള്ളി എടുത്ത്, അവിടെ പുള്ളി ഇരിക്കേ, ഞാൻ ആ പുള്ളി എടുത്ത് നോക്കിയാൽ ചേട്ടാ ഒരു ട്രെയിൻ അടിച്ചെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്ന് പറയുക, അത് ഞാനാണ് മോനെ എന്ന് പറയണത്. നമ്മൾ ചേട്ടനൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ ഈ വശം നോക്കുമ്പോൾ ഈ വശം കയ്യില്ല, ഈ വശം കട്ടേ കിടക്കുക. ആ പുള്ളി സുഖമായിട്ട് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, ഇയാളുടെ കൂട്ടാരണം. ഇവിടെ അപ്പുറമാണ് വീട്, ജീവിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ കൈയും കാലും ഇല്ലാതെ ഇപ്പോഴും കുറേ പേര് ജീവിച്ചിരിക്കുന്നുണ്ട്, ഒന്നുമില്ലാതെ ജീവിച്ചിരിക്കുന്നത്. ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാവുന്നതല്ലേ, ആത്മഹത്യ ആയിരിക്കില്ലല്ലോ. ഇത് അപകടത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇവർക്കൊക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ട് ഇവർക്കൊക്കെ ജീവിച്ചിരിക്കാമെങ്കിൽ, വീണ്ടും ജീവിക്കാൻ പ്രചോദനമാണെങ്കിൽ പിന്നെ എന്തിന് എല്ലാം ഉള്ളവർ ആത്മഹത്യ ചെയ്യണം. അത്യാവശ്യം എല്ലാ ചുറ്റുപാടുകളും ഉള്ളവർ ആത്മഹത്യ ചെയ്യണം. അല്ല ഒരു പറയാൻ ഒരാളെങ്കിലും ഉണ്ടാവും. എന്താണെന്ന് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പെണ്ണാണെന്ന് പറഞ്ഞാൽ 100 പേര് ചോദിക്കാനുണ്ടാവും. ഒരാണാണെന്ന് പറഞ്ഞാൽ എന്തായാലും അവനോ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ടെങ്കിലും അവന് ചോദിക്കാനുണ്ടാവും, ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. ഈ ചോദിച്ച് അവർക്ക് കാര്യം പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ. അതില്ലാതെ സ്വന്തം തീരുമാനത്തിൽ ചില ആത്മഹത്യ 4-5 തരമാണ്. വൈരാഗ്യം, വാശി, ഞാൻ ചത്താലും എൻ്റെ മക്കൾ ചത്താലും നിന്നെ ഞാൻ ജീവിപ്പിക്കൂല, നിന്നെ നരകിപ്പിക്കും എന്ന് പറഞ്ഞ് ചാവണ ഒരു തരം ആത്മഹത്യയുണ്ട്. നിന്നെ തകർക്കാൻ വേണ്ടിയുള്ള ആത്മഹത്യ. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല, ആരോടൊരു പരിഭവവും ഇല്ല ഞാൻ എന്ന് മാത്രമുള്ള ഒരു ആത്മഹത്യ. ആത്മഹത്യ. രോഗശൈലിയിൽ എനിക്ക് ഞങ്ങോട്ട് എൻ്റെ മക്കൾക്കും ആർക്കും ഭാരമാവാൻ ഇതില്ല. രോഗശൈലിയിൽ കൊണ്ടുള്ള ആത്മഹത്യ, അപമാനം കൊണ്ടുള്ള ആത്മഹത്യ, ഇത്രയാണ് ആത്മഹത്യ. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവനോടുള്ള പ്രതികാരം കൊണ്ടുള്ള ആത്മഹത്യയാണ്. ഭർത്താവിനോടോ മക്കളോടോ, അതല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ, മകനോടോ മകളോടോ, കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ അങ്ങനെ തോന്നുന്ന പ്രതികാരാത്മകമായ ആത്മഹത്യകളാണ് ഞാൻ എടുത്തതിൽ ഭൂരിഭാഗവും. അതിലും ഭൂരിഭാഗവും ആണുങ്ങളുടെ ആത്മഹത്യയാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. കാരണം നിസ്സഹായാവസ്ഥ കൊണ്ട് ആത്മഹത്യ ചെയ്ത് കുറേ പേരുണ്ട്.
അപമാനം കൊണ്ട്. അപമാനം അതാണ്. ഇപ്പൊ നേരത്തെ ഒരാളുടെ ഇത്ര ഭാഗം മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നത്? അയ്യോ എവിടെയെന്ന് അറിയില്ല. റെയിൽവേ എയർപോർട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നപ്പോൾ ജീവിച്ചിരിക്കണമെന്ന് മനസ്സിലാവണം. ആണല്ലേ? റെയിൽവേയിൽ ടിക്കറ്റിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. ചെയ്യാല്ലേ? റെയിൽവേ അപകടങ്ങൾ സംഭവിക്കുന്ന ഏതൊരു മനുഷ്യനും കുറെ പൊതുജനങ്ങൾക്ക് അറിയാൻ പാടില്ല, റെയിൽവേ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ നഷ്ടപരിഹാരം, അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും തുടർ ചികിത്സയ്ക്കുമായുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇൻഷുറൻസ് ഉണ്ട്. അത് അറിയാമെങ്കിൽ അതുമായി റെയിൽവേയുമായി എവിടെ വെച്ച് അപകടം നടന്നു ആ റെയിൽവേയുമായി ബന്ധപ്പെട്ടാൽ എല്ലാത്തിനും ഇൻഷുറൻസ് റെയിൽവേ തരും. ഇങ്ങനെ രക്ഷപ്പെടുത്തിയ ആൾക്കാരെ പിന്നീട് കണ്ടിട്ടുണ്ടോ? 1-2 പേരെയൊക്കെ ചിലർ വന്ന് കണ്ടിട്ടുണ്ട്. 1-2 പേരാ. ചിലർ വിളിച്ചിട്ടുണ്ട്, പോയി കണ്ടിട്ടുണ്ട്. ഒരച്ഛൻ വിളിച്ചിട്ടുണ്ട് ഒരു മകളുടെ വേണ്ടി. ഞാൻ 1-2 പേര് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഓർമ്മയിലൊക്കെ നിൽക്കാൻ മാത്രമായിട്ടുള്ളൊരു ഇതില്ല. വിളിച്ചിട്ടുണ്ട് 1-2 പേര്. ഈ ഏറ്റവും കൂടുതൽ നാടകം അല്ലെ ഏറ്റവും കൂടുതൽ ഡ്രാമ കാണുന്നത് മരണ വീട്ടിലാണെന്ന്. വേറെ എവിടെ ഉള്ള അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? കാരണം ഒരാള് മരിച്ചു കിടക്കുമ്പോ ഒരു സങ്കടം കൊണ്ടായിരിക്കും ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല. കൊലപാതകം ചെയ്തവരോ ഈ സ്വന്തം ഭാര്യ അല്ലെ ഭർത്താവിന്റെ മുമ്പിൽ കരഞ്ഞ് നാടകം കളിക്കണുണ്ടല്ലേ. മരണ വീട്ടിൽ പോയാ തുടർച്ചയായിട്ട് കരയണ ഒരു വ്യക്തിയെ കാണിച്ചു തരാമോ? അത് വിഷമം കൊണ്ട് അവരുടെ ചിന്ത അവിടെ നിന്ന് മാറാതെ മറ്റൊരു ഇതിലേക്ക് പോവാതെ ഒരു വ്യക്തിയെ കാണിച്ചു തരാമോ? സൈലന്റ് ആയിട്ടിരിക്കണം, അവനെ വിശ്വസിക്കാം. ആരോടും പറയാതെ കരയാതെ പൊട്ടിക്കരയാതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാം. മനസ്സിൽ കുറച്ച് നേരം ഉണ്ട്. ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾ എത്ര നേരം ആയാലും 1 ദിവസം 2 ദിവസം ആണ് ഏറ്റവും കൂടുതൽ മാക്സിമം വിഷമം അവനുള്ളത്. അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്തേ പറ്റൂ അല്ലേ? പിന്നെ ചില പത്രത്തിൽ കണ്ടിട്ടുണ്ട് ഭർത്താവ് മരിച്ച സഹിക്കാത്ത ഭാര്യ ആത്മഹത്യ ചെയ്തത്. ഇതിൻ്റെ പൂർണ്ണത അന്വേഷിച്ച് ആരും പോയിട്ടില്ല. അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്. ഈ എറണാകുളം റൂറലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നു ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തതല്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഭാര്യ 3 മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി. അപ്പോഴാണ് ഭാര്യ ആത്മഹത്യ ചെയ്തത്. പത്രത്തിൽ നോക്കുമ്പോൾ ഭർത്താവ് മരിച്ച് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതാണ് യഥാർത്ഥ കഥ. ഇതിൻ്റെ ഒരു ഉണ്ട്, ഇത് നമ്മുടെ അറിവിലുള്ളത്, യഥാർത്ഥത്തിൽ അറിവുള്ളത്. അറിവില്ലാത്തങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇടി, നോലോളി, കരച്ചിൽ, പിഴിച്ചിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എന്തോർത്തോളം ഒരു മരണ വീട്ടിൽ നാടകങ്ങൾ കളിക്കുന്നുണ്ട്. കൂടുതലും പേരും മരണപ്പെട്ട വ്യക്തിയുടെ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളാണ് കൊച്ചിൻ്റെ ഉൾപ്പെടെ ഭാര്യയുടെ ഉൾപ്പെടെ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ഭദ്രതയെക്കുറിച്ചാണ് അവർ സംസാരിക്കണം. മരിച്ചെടുക്കണ മനുഷ്യൻ അടക്കം ചെയ്യണമുള്ള കാര്യമാണ് കൂടുതൽ സംസാരിക്കുന്നത്. ചിന്തിച്ചു മതി. ഭാര്യയുടെ അടുത്ത ചിന്ത ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എൻ്റെ ഈ മക്കളെയും കൂടി ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ മക്കളായിട്ട് എങ്ങനെ ജീവിക്കും, എവിടെ നിന്ന് മാർഗം കിട്ടും. അന്വേഷണം അതാണ്, മനസ്സുകൊണ്ട് അന്വേഷണം അതാണ്. അടുത്ത ഞാൻ എന്ത് ചെയ്യും, വാടക വീട് ഞാൻ എവിടേക്ക് ഇനി പോകണം, ഞാൻ എവിടേക്ക് ഇനി മാറണം, ആരെന്നെ സഹായിക്കും. ഇതൊക്കെയാണ് ചോദ്യവും കാര്യങ്ങളൊക്കെ വന്നത്. ചിന്തകൾ, കരച്ചിലവിടെ മാറി, വിഷമം മാറി. ചില സമയത്ത് ചിലവരെ മുഖത്ത് നോക്കിയാൽ കരഞ്ഞിരിക്കണ മുഖത്ത് നോക്കി ചിലപ്പോൾ പല്ല് ഞെരിക്കണോ ഈ മരിച്ചെടുക്കണം നോക്കിയിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മളൊരു മനുഷ്യൻ്റെ ദയനീയാവസ്ഥയിൽ നോക്കുമ്പോൾ ക്യാമറ ഇട്ട് ചെല്ലുമ്പോൾ ദയനീയാവസ്ഥ കാണുന്നുള്ളൂ. ക്യാമറ മാറിയിട്ട് എല്ലാവരെയും ശ്രദ്ധിക്കാത്ത സമയത്ത് ആ വ്യക്തിയെ ശ്രദ്ധിച്ചു നോക്കി. ഇവനോടുള്ള ദേഷ്യം വരെ ആ സമയത്ത് ഓട്ടോമാറ്റിക് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ പുറത്തു വരും. അവൻ്റെ സങ്കടത്തെക്കാൾ കൂടുതൽ. പിന്നെ കരച്ചിൽ കൊള്ളുമ്പോൾ വന്നത് മറ്റുള്ളവരെ കരണ്ടിട്ട് സ്വാഭാവികമായിട്ട് കരണം. ഞാൻ ഇപ്പോൾ ചിലവരുണ്ടല്ലേ അവർ കരണ്ട് എനിക്കും കരച്ചിൽ തോന്നും. ആ ഒരു കരച്ചിൽ വേറെ, അതൊന്നും ആത്മാർത്ഥമല്ല. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എടുത്തെടുത്ത് എണ്ണി ഓരോരുത്തരുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നില്ല എൻ്റെ ചേട്ടൻ എന്നെ കൊണ്ടുപോലെ, എവിടെ കൊണ്ടുപോയി എനിക്ക് നല്ല ബോധമില്ലേ, ഇവരാരും കൂടെ പോകുമോ, അല്ല എന്നെ കൊണ്ടുപോലെ, എന്നെ വിളിച്ചിട്ട് പോകും, ഇവിടെ കയറിയിട്ട് പോകും, എല്ലാം എടുക്കാറ്. ഇതൊക്കെ വേറെ അഭിനയമോ? ഇവർക്ക് അറിയാല്ല. മൃതദേഹം കൊണ്ടുപോയി ആ 2 മിനിറ്റത്തേക്കൊന്ന് മാറിക്കാൻ പറ്റും. ആ പഴക്കമുള്ള മൃതമാണെങ്കിൽ ആരെങ്കിലും വന്ന് കാണണ്ട. ആ ഫ്രീസറിൽ നിന്ന് ചെന്ന് പൊക്കി കഴിഞ്ഞാൽ ഈ ആളും അടുത്തേക്കുള്ള മൃതദേഹത്തിൻ്റെ അടുത്തേക്കുള്ള പഴക്കമുള്ളവർ മൃതദേഹത്തിനടുത്ത് ഒരു ബന്ധുക്കൾ നിൽക്കുള്ള മണമുള്ളതാണെങ്കിൽ ഈ അഭിനയം അവിടെ കാണുന്നില്ല. ആരും കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. മറ്റേത് അന്ത്യചുംബനോ ആദ്യചുംബനോ എന്തൊക്കെ, അതൊക്കെ കുറേ അഭിനയങ്ങളാണ്. അഭിനയങ്ങളെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഞാൻ കണ്ടെടുത്തോളം അഭിനയങ്ങളാണ്. ആത്മാർത്ഥമുള്ള കരച്ചിലുകളും സങ്കടങ്ങളും ഇല്ല എന്നല്ല, വിഷമങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എത്ര നേരത്തേക്ക് അവരത് മറക്കാതിരിക്കാൻ പറ്റില്ല. മനുഷ്യനാണ്, മറന്നേ പറ്റൂ, പുതിയ ജീവിതം ആരംഭിച്ചേ പറ്റൂ, അവരുടേതായ ജീവിതത്തിലേക്ക് പോയേ പറ്റൂ, ബാധ്യതകളും കാര്യങ്ങളും അവർ ഏറ്റെടുത്തേ പറ്റൂ. മരണപ്പെട്ടവർ പോയതും ആ അവസാനിച്ച് അത് അവിടെ ഉള്ളൂ. ജീവിച്ചിരുന്ന അങ്ങ് ഞാനൊക്കെ ഓർമ്മകളാണെങ്കിൽ നമ്മുടെ ഇന്ന് ഞാൻ മരണപ്പെട്ട ഭാര്യ എത്ര നാൾ ഓർമ്മിച്ചിരിക്കും? 2 ദിവസം ഓർമ്മിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോകണം. വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഈ നിമിഷം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ആ ഒരു ജീവിതം. ആളുടെ ജീവിതം തിരഞ്ഞെടുക്കും. സന്തോഷം, അവരുടെ സന്തോഷം നോക്കിയാൽ പറ്റൂ. നമ്മൾ ഈ ഭൂമിയിൽ ചോദിച്ചാൽ അവർ സന്തോഷം നോക്കിയാൽ പറ്റൂ. മകൻ കഴിഞ്ഞ് മകൻ്റെ മകൻ എന്നെ ഓർക്കുമോ? ഞാനെന്ന് പറഞ്ഞാൽ ഒരാളുണ്ടെന്ന് ഉള്ള ഓർക്കൂല. ഓർക്കോ? ഇല്ല.